സിന്ദൂരരേഖ ഭാഗം 39. കോളേജിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ച് വൈകിയെത്തിയത് കൊണ്ട് തന്നെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ള സീറ്റിലാണ് ഇരിക്കാൻ കിട്ടിയത്. എങ്കിലും സാരമില്ലെന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗസ്റ്റുകളെല്ലാം സ്റ്റേജിലേക്കിരുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ മാനവർമ്മയെ ക്ഷണിച്ചപ്പോൾ ഉണ്ടായ കയ്യടികൾ ഇപ്പോൾ എന്ന പോലെ മുഴങ്ങി കേൾക്കുന്നുണ്ട് അവൾക്കിപ്പോഴും. ബാക്കിയുള്ള എല്ലാവരും വന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടാകാതിരുന്ന അത്രയും കയ്യടിയും ആരവുമായിരുന്നു അവൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ. കണ്ണിമ പോലും ചിമ്മാതെ താൻ അവനെ തന്നെ നോക്കിയിരുന്നു. അത്രയും ശാന്തമായ ശബ്ദത്തിൽ, അതും വളരെ പൗരുഷം നിറഞ്ഞ ശബ്ദത്തിൽ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുന്നിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് ആകർഷിച്ചു. അന്ന് അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ്റെ മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ പതിഞ്ഞു പോവുകയും ചെയ്തു. കാരണം അത്രമാത്രം ഇമ്പാക്റ്റ് ആയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അവൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ അന്നുയർന്ന കയ്യടികളും ആരവങ്ങളും ഒരുപാടായിരുന്നു. ആ കാഴ്ചകളെല്ലാം തന്നെ പുഞ്ചിരിയോടെയാണ് അമ്മാള് നോക്കിക്കണ്ടതും. എടി, ഈ ഡോക്ടറിനെ നിനക്കറിയുമോ? പെട്ടെന്നാണ് അമ്മാളുവിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിയോട് ചോദിക്കുന്നത് അമ്മാളു കേട്ടത്. മാനവനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ശ്രദ്ധ പിന്നെ അവരെന്താണ് സംസാരിക്കുന്നത് എന്നതിലേക്കായിരുന്നു. പിന്നെ അറിയാതെ, ഈ ഡോക്ടറിനെ അറിയാത്ത പെൺപിള്ളേർ ചുരുക്കമായിരിക്കും. നീ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടോ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് മോട്ടിവേഷൻ. അത് കേട്ടപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ ഹൃദയത്തിൽ ഒരു പിടപ്പുണ്ടായി. എന്തിനാണെന്നറിയാതെ ഒരു വെപ്രാളം പോലെ തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. പക്ഷേ പുള്ളിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നുമില്ല. ഞാൻ എന്തോരം അന്വേഷിച്ച് നടന്നിട്ടുണ്ടെന്നറിയോ? ഓങ്കോളജിസ്റ്റ് സർജനാണ് ആള്, ഹൈലി പ്രൊഫഷണൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രായത്തിൽ തന്നെ ഇത്രയും പേരും പ്രശസ്തിയും. അടിപൊളി മനുഷ്യനാണ്. എനിക്ക് ക്രഷായി. എന്തുകൊണ്ടോ അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലാകിയ ഒരുതരം അസ്വസ്ഥതയാണ് തോന്നിയത്. ഇത്രയും നേരം ഉണ്ടായ സന്തോഷവും ഒക്കെ കെട്ടടങ്ങുന്നത് പോലെ. പിന്നീട് അവൾക്കവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. മനസ്സാകെ വീർപ്പ് മുട്ടുന്നത് പോലെ. പുറത്തേക്കിറങ്ങാനായി എഴുന്നേറ്റ നിമിഷം തന്നെ മാനവെന്തോ തിരക്ക് കാരണം പോകാനായി പുറത്തേക്കിറങ്ങി. അമ്മാള് നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന പെൺകുട്ടികളും ഒത്തിരി പേര് അവൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും ഒക്കെയാണ്. ആ കാഴ്ച കൂടി കണ്ടു കഴിഞ്ഞതും അവൾക്ക് മനസ്സാകെ തളർന്നു പോകുന്നത് പോലെയാണ് തോന്നിയത്. പിന്നീട് അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് തിരികെ തന്നെ പോന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്താണ് നേരത്തെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ വെറുതെ അമ്മയോട് തലവേദനയാണ് എന്നൊരു കള്ളം പറഞ്ഞു അമ്മാളു. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. വീണ്ടും വീണ്ടും ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് അവനെ കണ്ട കാര്യവും ഒക്കെ അവളുടെ മനസ്സിലൂടെ ഒരു ചിത്രം കണക്ക് കടന്നുപോയി. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഉത്തരമില്ലാത്തൊരു പിടി ചോദ്യങ്ങളായിരുന്നു അവളുടെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നത്. ആകെ കലുഷിതമായ മനസ്സോടെ അവൾ ആ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിലേക്ക് കിടന്നു. അവളുടെ ഉള്ളിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ കടന്നുപോയി. മനസ്സിനോട് താൻ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, താൻ അവന് യോഗ്യമായവളാണോ എന്ന്. അപ്പോഴൊക്കെ മനസ്സ് ശാഠ്യം പിടിച്ചതുപോലെ അവനെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചു. ഇന്നിപ്പോൾ മനസ്സിന്നും പറിച്ചു മാറ്റാനാവാത്ത വിധത്തിൽ അവൻ തൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ആ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞതും അവൻ്റെ ചുറ്റും കൂടിയ ജനത്തിരക്കമൊക്കെ കണ്ടപ്പോൾ മനസ്സിലെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നത് പോലെ. അവനെ സ്നേഹിക്കുവാനും അവനെ ഭർത്താവായി കാണാനുമുള്ള യോഗ്യത തനിക്കില്ല എന്ന് മനസ്സ് തന്നെ തന്നോട് തുറന്നു പറയുന്നത് പോലെ. അത് ശരിയാണ് എന്നൊരു നിമിഷം കൊണ്ട് തന്നെ അമ്മാളുവിനും തോന്നിയിരുന്നു. കാരണം താൻ വെറും ഒരു പഞ്ചായത്തിലെ ക്ലർക്കിൻ്റെ മകളാണ്. അവൻ വലിയ ഡോക്ടറും. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ള അന്തരമുണ്ട് തങ്ങൾ തമ്മിൽ. തൻ്റെ പൊട്ടബുദ്ധിയിൽ ഒരു നിമിഷം കൊണ്ട് മെനഞ്ഞെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ കൗമാരത്തിലെ വെറുമൊരു പൊട്ട ചിന്താഗതിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് അമ്മാളു ആ നിമിഷം ആലോചിച്ചു പോയി. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവനെയൊന്നും തൻ്റെ സ്വപ്നത്തിൽ പോലും കാണാനുള്ള യോഗ്യതയില്ല എന്നവൾക്ക് തോന്നി. കാരണം തന്നെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഉയരത്തിലാണ് അവൻ നിൽക്കുന്നത്. വലിയ ഡോക്ടർ, ഒരു വലിയ സ്ഥാപനത്തിനുടമ, ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഡോക്ടർ. അങ്ങനെ ഒരാളെ സ്വന്തമായി ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് മനസ്സ് വീണ്ടും ചോദിക്കുന്നത് പോലെ. ഒടുക്കം മനസ്സിനോട് തനിക്കതിനെ സ്വന്തമാക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ തീരുമാനമെടുത്തു. ഇങ്ങനെയൊരു തീരുമാനം താൻ ഇപ്പോഴല്ല പണ്ടേ എടുക്കേണ്ടതായിരുന്നു എന്നവൾക്ക് ബോധ്യപ്പെടാൻ ആ സമയം കൊണ്ട് തന്നെ തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും ഇനിയും സമയം വൈകിയിട്ടില്ല എന്ന രീതിയിൽ അവൾ അന്നേരം അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനിയൊരിക്കലും മാനവർമ്മ തൻ്റെ സ്വന്തമാകും എന്ന് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അറിയാം, പെട്ടെന്നൊരു ദിവസം എടുക്കുന്ന തീരുമാനം കൊണ്ട് മനസ്സ് മാറി ചിന്തിക്കാൻ പോകുന്നില്ല. എങ്കിലും ഇപ്പോഴുള്ള ദുഃഖത്തേക്കാൾ വലിയ ദുഃഖഭാരം ചുമക്കാൻ സാധിക്കാത്തത് കൊണ്ട് അന്നേരം അവൾ അങ്ങനെയൊരു തീരുമാനം എടുക്കുക തന്നെ ചെയ്തു. ആരും അറിയാതെ വർഷങ്ങളായി തൻ്റെ മനസ്സിൽ താൻ കൊണ്ടു നടക്കുന്ന ആഗ്രഹം,
അത് ചില്ലുകൂടാരം പോലെ പൊളിഞ്ഞു വീണു. അന്ന് ഒത്തിരി കരഞ്ഞിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ തൻ്റെ മുഖം കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ തലവേദനയാണ് എന്നൊരു മുടന്തൻ ന്യായം പറഞ്ഞ് താൻ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയതുകൊണ്ടാകാം തനിക്ക് ഒത്തിരി നാളുകൾ എടുത്തിട്ടും അതിന്ന് തിരിച്ചു വരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ആരെങ്കിലുമൊക്കെ അവൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ തൻ്റെ മനസ്സ് പതറിപ്പോകുന്നു. മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ താൻ അങ്ങോട്ടേക്ക് ശ്രദ്ധ പോകുന്നു. എത്രയൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും മനസ്സതിന് സമ്മതമല്ല എന്ന രീതിയിൽ കുതറി ഓടുന്നത് പോലെ. നമുക്ക് പറ്റുന്നതേ ആഗ്രഹിക്കാവൂ, അല്ലാത്തതിനെയെല്ലാം വിട്ടുകളയണമെന്ന് ഒരു കണക്കിനെന്നോണം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച നാളുകൾ. താൻ ഡിഗ്രി 2ാം വർഷത്തിലെ അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നു മാനവ് വർമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നത്. അന്ന് ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അവനേക്കാളേറെ താൻ വേദനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. വാർത്തകളിലും മറ്റുമൊക്കെ അവൻ തന്നെ നിറഞ്ഞു നിന്ന കാലം. ശ്രീയമ്മ വീട്ടിൽ വന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി കരഞ്ഞു വിഷമിച്ചത് ഇന്നലെ എന്ന പോലെ അവൾക്ക് ഓർമ്മയുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീയമ്മയുടെ പോലെ തന്നെ താനും കരഞ്ഞു പോയിരുന്നു. ഹോസ്പിറ്റലിലുള്ള അവൻ്റെ ജോലി തന്നെ അവൻ ഉപേക്ഷിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ പടിയിറങ്ങുമ്പോൾ അവന് ഒരു പകരക്കാരനായി മാധവ് വർമ്മ, അതായത് ഉണ്ണി കയറി. എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥകളുണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ. ഒടുക്കം ഡോക്ടർ മാധവ് എന്നത് മാറി. അങ്ങനെയൊരു പേരിൽ അറിയപ്പെടാൻ പോലും അവൻ ആഗ്രഹിക്കാതെയായി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു അവൻ അന്നേരം കടന്നു പോയിരുന്നത്. ശ്രീയമ്മ എപ്പോഴും അവനെ കൂടെ തന്നെയിരുന്ന് ആശ്വസിപ്പിച്ചു. വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചിരുന്നവർ അതുകൊണ്ട് സന്തോഷിച്ചു. പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ച് അവൻ പാഷൻ തിരഞ്ഞെടുത്തു. താനൊരു ഡോക്ടറാണെന്നതും ഹോസ്പിറ്റലിലെ ജോലിയും ഉപേക്ഷിച്ച് ആർട്ടിസ്റ്റായി തിരിഞ്ഞു. ഡോക്ടർ മാനവർമ്മ എന്നാൾ അവനാണോ എന്ന് സംശയിത്തക്ക രീതിയിലായിപ്പോയി അവൻ. അവൻ്റെ മൊത്തത്തിലുള്ള രൂപം തന്നെ വ്യത്യസ്തമായി. മുടി നീട്ടി വളർത്തി, ആവശ്യത്തിലധികം താടിയും വളർത്തി. എല്ലാം കൊണ്ടും അവൻ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോയി. നിരവധി പ്രശ്നങ്ങൾ. അങ്ങനെ നാളുകൾ കടന്നു പോയപ്പോൾ തൻ്റെ ആഗ്രഹപ്രകാരമാണ് അവനുമായുള്ള കല്യാണം നടന്നത്. അവൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ഇഷ്ടം ഇല്ലാതിരുന്നത് കൊണ്ട് ശ്രീയമ്മ പലപ്പോഴും വേണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം അവൻ്റെ മനസ്സിലേറ്റിരിക്കുന്ന മുറിവ് അത്രയും ആഴത്തിലാണ്. പലതവണ കല്യാണത്തിന് വേണ്ടി അവനെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും അവൻ അനുകൂലമായൊരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേഗം അവനെ വിവാഹം കഴിപ്പിക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നതുമില്ല. എങ്കിലും താനാട് നിർബന്ധിച്ച് ഈയൊരു വിവാഹകാര്യം കൂടുതൽ സമ്മതിപ്പിച്ചെടുത്തത്. ഒരു തരത്തിൽ നോക്കിയാൽ അത് തൻ്റെ സ്വാർത്ഥത തന്നെയായിരുന്നു. അതിന് കാരണം തൻ്റെ മനസ്സിൽ നിന്നും അപ്പോഴും അവൻ്റെ മുഖം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവനെ വിവാഹം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ അവൻ പുറത്തു വരാനാകും എന്നൊരു തോന്നൽ തന്നിലുണ്ടായിരുന്നു. തൻ്റെ സ്നേഹത്തോടെയുള്ള സാമീപ്യത്തിൽ അവൻ്റെ ഉള്ളിലുള്ള ചിന്തകളെല്ലാം മാറ്റിയെടുക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും തൻ്റെ സമ്മതമായിരുന്നു വലുത്. തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവരും നിന്നു. ഇന്നിപ്പോൾ താൻ ആഗ്രഹിച്ചു നേടിയെടുത്ത തൻ്റെ സ്വപ്നത്തിൽ താൻ തോറ്റുപോവുകയാണ് എന്ന് തോന്നി അവൾക്ക്. ഇന്നുവരെ മനു മദ്യപിക്കും എന്ന കാര്യം അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും ആദ്യമായിട്ട് മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ അവൻ മദ്യപിച്ചിരിക്കുന്നു. അത് താൻ കാരണമാണെന്ന് അവൾ ചിന്തിച്ചു. ഇന്ന് അവൻ തന്നോട് പറഞ്ഞ വാക്കുകൾ, അവൻ്റെ ഉള്ളിൽ ഇത്രയും നാളായി തിങ്ങി നിന്നിരുന്ന സങ്കടങ്ങളാണ് പുറത്തേക്ക് വന്നത് എന്നവൾക്ക് മനസ്സിലായിരുന്നു. അവൻ പറയുന്നത് കേട്ടപ്പോൾ തനിക്കൊത്തിരി വേദന തോന്നിയെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ശരിയാണ്. താൻ മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് അമ്മയും ഉണ്ണിയേട്ടനെയും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതൊരിക്കലും അവനോട് സ്നേഹം കുറവുണ്ടായിട്ടോ അവനെ ദേഷ്യം പിടിപ്പിക്കാനോ അവനോട് വെറുപ്പ് കാണിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. അവൻ്റെ ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് ഒരു മാറ്റം വരാനും മൊത്തത്തിലുള്ള അവൻ്റെ ഈ ഉൾവലിഞ്ഞ പ്രകൃതത്തിൽ നിന്നും അവനെ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇന്നോളം എല്ലാവരും ചേർന്ന് ചെയ്ത കാര്യങ്ങളും എടുത്ത തീരുമാനങ്ങളും തെറ്റായിപ്പോയതുപോലെയാണ് തോന്നുന്നത്. കട്ടിലിൽ കിടന്നുറങ്ങുന്നവനെ അമ്മാളും ഒന്ന് നോക്കി. കിടന്നുറങ്ങുകയാണെങ്കിലും ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയെടുത്തു നിന്ന് തിരിച്ചു കിട്ടിയതാണ് നിങ്ങളെ എനിക്ക്. എന്ത് കാരണം കൊണ്ടായാലും ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താനോ വിട്ടുകളയാനോ എനിക്കാവില്ല മനുവേട്ട. അത്രയ്ക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ കൈവെള്ളയിൽ അവൻ പോലും അറിയാത്ത രീതിയിൽ അവളൊന്ന് ചുംബിച്ചു. കട്ടിലിൻ്റെ താഴെയിരുന്ന് കട്ടിലിലേക്ക് തലവെച്ച് അവൾ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം കഴുത്തും ശരീരവും ഒക്കെ നല്ല വേദന എടുത്തപ്പോഴാണ് അമ്മാള് ഉണർന്നത്. കണ്ണൊന്ന് തുറക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഇന്നലത്തെ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ആ ഓർമ്മയിൽ സ്വന്തം വേദന പോലും മറന്ന് അവൾ ആദ്യം കണ്ണു തുറന്ന് കട്ടിലിലേക്കാണ് നോക്കിയതും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.